ഹലോ, അസ്സലാമലൈക്കും. ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ നബിദിനാശംസകൾ. പിന്നെ ഇന്ന് ഞാനിതാ ഒരു സ്നാക്സ് ഐറ്റംസ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ചെയ്യും. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി. ഇത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഫസ്റ്റ് തന്നെ പോയി ഒന്ന് ലൈക്ക് അടിച്ചാൽ. പിന്നെ അതാ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. ഇത്ര മാത്രം മതി നമ്മളെ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. ഈ ഒരു 2 സാധനങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ മെയിനായിട്ട്. പിന്നൊക്കെ ഉള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ അതൊക്കെ എല്ലാ പെരയിലുണ്ടാവും. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും പൊടിക്കാം, നല്ല ഫൈനായിട്ടോ കുറച്ച് തരിതരിയായിട്ടോ എങ്ങനെ പൊടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തൊന്നും ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ അതാ 1 ടീസ്പൂണ് ഏലക്കായൻ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടിരിക്കുന്നത്. ഏലക്കായൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ 2-3 ഏലക്കായ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം തിളച്ചതിൻ്റെ ശേഷം ആ ഏലക്കായ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ അത് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിരിക്കണം. ഈ സാധനമൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവണത് തന്നെയല്ലേ ഉപ്പ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ റവൻ്റെ പഞ്ചസാരൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടണ മാതിരി തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കുക. ഉപ്പുമാവ് ഉണ്ടാക്കണ മാതിരി തന്നെ, ഉപ്പുമാവിനെക്കാട്ടി കുറച്ചും കൂടി വെള്ളം ഏറിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്ത് സ്നാക്സ് ഉണ്ടാക്കും, വൈകുന്നേരം ആയാലും നമുക്കൊക്കെ ഒരു വെപ്രാളാണല്ലോ. മക്കൾക്ക് എന്തെങ്കിലും ചായക്കടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് കരുതിയിട്ട് അടുക്കളയിൽ കയറി നോക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തുണ്ടാക്കണമെങ്കിലും അതിലേക്ക് ഒന്നിക്ക് പിന്നെ സവാള വേണ്ടി വരും, അല്ലെങ്കിൽ പാല് വേണ്ടി വരും, അല്ലെങ്കിൽ ബ്രെഡ് വേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു സാധനവും ഇല്ല കേട്ടോ. ഒക്കെ മാസം ലാസ്റ്റ് ആയാലും പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ആകുമ്പോഴല്ലേ എല്ലാ സാധനവും കൊണ്ടുവരില്ലേ നമുക്ക്. അപ്പോൾ ഞാൻ മൈദ ഇട്ടുണ്ടാക്കാൻ നോക്കിയപ്പോൾ മൈദ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടത് റവയാണ്. വിടാൻ പറ്റില്ലല്ലോ നമുക്ക്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമല്ലോ. അതാണെങ്കിൽ ടേസ്റ്റിൽ ഉണ്ടാക്കും വേണം, അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്കായാലും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയിട്ടോ. പിന്നെ നമ്മൾ എന്ത് ഐറ്റംസ് റവയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആവില്ല, നല്ല ഉഷാറിൽ കിട്ടും കേട്ടോ. അതെനിക്കൊരു അനുഭവമാണ്. നമ്മൾ എന്ത് സാധനം റവയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലോണം നന്നാവും. അപ്പോൾ ഞാൻ അതൊക്കെ നല്ലോണം വാട്ടി കുഴച്ചെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ പോയിട്ട് തൊടരുതിട്ട കുഴക്കാൻ. നല്ല ചൂടുണ്ടാവും. ആ ചൂടൊക്കെ ഒന്ന് ആറി ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അവിടെ വെച്ചതിന് ശേഷം സാവധാനം എടുത്തിട്ട് നമ്മൾ കുഴച്ചിട്ടെടുത്താൽ മതി കേട്ടോ. ഇത് കുഴക്കാനൊക്കെ സിമ്പിളാണ്. നമ്മൾ നല്ല മാവ് കുഴക്കണ മാതിരി തന്നെ പെട്ടെന്ന് നമുക്ക് കുഴക്കാനും കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ നമ്മൾ അടുക്കളയിൽ ഉണ്ടാവും. നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താലാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ആർക്കും പറ്റൂല. ഈ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും, കഴിക്കും ചെയ്യും. അപ്പോൾ ഇത് മാവൊക്കെ ഞാൻ നല്ലോണം കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നല്ലോണം പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും, അകത്ത് നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ ഞാനിതാ കോൺഫ്ലവറിന് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിക്കണം. ഇനി ഒരു പണിയില്ല. ഇനി ഇതാ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉരുട്ടുക, പരത്തുക, ഒന്ന് എന്താ പറയുക, കട്ട്ലറ്റിൻ്റെ എന്തിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് കേട്ട് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാതും ഒരേമാതിരി ആക്കി വെച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇതിങ്ങനെ ഷേപ്പ് ചെയ്യുന്ന കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലവിധ മോഡലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ അതൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വട്ടത്തിലങ്ങോട്ട് നമ്മൾ പത്തിരിപ്പാലമ്മ ഇട്ടിട്ട് പരത്തിയിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താലും മതി. അപ്പോൾ നല്ല ഷേപ്പിൽ നല്ല റൗണ്ടിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പോൾ പിന്നെ എനിക്ക് അതിനൊന്നും നേരമില്ല. ഒരുപാട് പാത്രങ്ങൾ പരത്തുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ലാത്ത ആളാണ്.
ഞാനുള്ള പാത്രം വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 2 പാത്രം എടുത്താൽ ആ 2 പാത്രത്തിൽ തന്നെ ഉള്ള പാചകം മൊത്തം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തെടുക്കും കേട്ടോ. അത്രയ്ക്ക് മടിയാണ് എനിക്ക് പാത്രം കഴുകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി പാത്രത്തിലിട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ. അഥവാ നമ്മൾ വെച്ചിട്ട് ഒട്ടി പിടിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരു പണിയായിട്ട് മാറില്ല. അപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കണ നേരത്ത് ആ കയ്യേറ്റൊന്നും ഇങ്ങനെ തട്ടി കൊടുത്താൽ ആ പൊടി അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കണത്. എന്നിട്ട് ചൂടുണ്ടാകുമെന്ന് നോക്കിയതാണ്. കയ്യുമൊക്കെ നല്ല ആവി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. ഇത് പിന്നെ വേവിക്കാനൊന്നുമില്ലല്ലോ, വെന്ത സാധനമല്ലേ, നമുക്കിതുകൊണ്ട് പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്ന് ഇട്ടെടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇത് നല്ലോണം വീർത്ത് വരും കേട്ടോ. 2 ഭാഗം നമ്മൾ ഈ പൂരിയൊക്കെ പൊരിക്കണ മാതിരി വീർത്ത് വരും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഉണ്ടാവും. 2 സൈഡും പൊള്ളിച്ചിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഇതേറ്റ് പിന്നെ എന്താ പറയുക, ഗുലാബ് ജാമുൻ ഇല്ലേ, അതും ഉണ്ടാക്കട്ടോ. നമ്മൾ ഈ എന്താണ് ഇത് വെച്ചിട്ട് തന്നെ, റവൻ്റെ ഇത് വെച്ചിട്ട്, അത് ഞാൻ ഒരുപാട് മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തപ്പേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലിൽ ഒരുപാട് കുറേ നല്ല വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെയാണ്, പുതിയ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടുപോയി സപ്പോർട്ട് ചെയ്യട്ടോ. ഒന്ന് കണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. ഒരു ലൈക്ക് എന്നാൽ ഒരുപാട് സന്തോഷം. നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിലല്ലേ പിന്നെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ കടിയൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ റഷീദാക്കാൻ്റെ ഫോൺ വന്ന്, അപ്പോൾ ഞാൻ ഇതൊക്കെ ഓഫാക്കി വെച്ചിട്ട് അതൊക്കെ എടുത്ത് മൂപ്പരോട് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് സൊള്ളി വന്നതാണ്. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതെടുത്തിട്ട് പൊരിക്കണത് കേട്ടോ. അത് പിന്നെ നമുക്ക് ഏത് വീഡിയോ എടുക്കണമെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് നമുക്ക് എന്നേക്കുമായിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ വന്നിട്ട് ഞാനത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് ഭംഗിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നല്ല ചൂടുണ്ടാവും, വേണ്ടാത്ത പണിക്ക് ഞാൻ പോയതാണ്. അപ്പോൾ കയ്യിന് നല്ല പൊള്ളിനുണ്ട്. എന്നാലും നമ്മൾ ആക്രാന്തം മൂത്തിട്ട് നമ്മൾ തുറന്ന് നോക്കില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്കത് പിന്നെ കഴിച്ച് നോക്കാം, എനിക്കൊരു സമാധാനം കിട്ടൂല അത് എത്ര ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ സാധനത്തിൻ്റെ റെസിപ്പി. കാരണം നമ്മളെ വീഡിയോയിൽ അധികം ഉള്ളത് നമ്മളെ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഇട്ടാൽ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.